ഒരു കുട്ടിയുടെ കണ്ണിൻ്റെ കാഴ്ച വരെ നഷ്ടപ്പെടുത്തിയ പോലീസിൻ്റെ ക്രൂരതകൾ. എല്ലാവർക്കും നക്ഷത്ര വ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒടുവിൽ പാറ്റകളുടെ സമരം വിജയം കണ്ടു. കംപ്ലീറ്റായി വിജയം കണ്ടു എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഇതുവരെ മുട്ടുകുത്താത്ത നമ്മുടെ ഗവൺമെൻറ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ യുവജനങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തിയിരിക്കുന്നു. അങ്ങനെ എന്തായാലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ ആദ്യത്തെ ആവശ്യം നടപ്പിലായി. പാർട്ടിയും മതവും ഒന്നും നോക്കാതെ രാജ്യത്തിൻ്റെ ഭൂരിഭാഗം ആളുകളും കുട്ടികളുടെ ഒപ്പം നിന്നു. കാരണം അവർ പറയുന്ന കാര്യത്തിൽ കഴമ്പുണ്ട്. കുട്ടികളുടെ ഭാവിയുടെ കാര്യമല്ലേ, അതുകൊണ്ട് നോ കോംപ്രമൈസ്. സത്യത്തിൽ ഇത് നല്ലൊരു തുടക്കമാണ്. ഇങ്ങനെ തന്നെ വേണം. നമ്മുടെ വിദ്യാർത്ഥികളുടെ മുമ്പിൽ BJP ഗവൺമെൻറ് മുട്ടുകുത്തി, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ മുട്ടുകുത്തിച്ചു എന്ന് പറയാം. കർഷക സമരം അടിച്ചമർത്തിയതുപോലെ അടിച്ചമർത്താൻ അവർ ശ്രമിച്ചു. പക്ഷേ അതുപോലെ നടന്നില്ല. അതിൻ്റെ മെയിൻ കാരണം നമ്മുടെ സോഷ്യൽ മീഡിയയുടെ പവറാണ്. അതാണ് നമ്മുടെ ഈ സമരം കാണിച്ചു തന്നത്. സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ഇപ്പോഴുള്ള തലമുറയാണ്. ആ ഒരു സോഷ്യൽ മീഡിയയുടെ പവറാണ് നമ്മൾ കണ്ടത്. ഇത്രയും ആളുകൾ അവിടെ തടിച്ചുകൂടാനും ഇതൊരു സമരമായിട്ട് മാറാനും അത് തന്നെയാണ് കാരണം. ഗവൺമെൻറ് മുട്ടുകുത്താനും കാരണം അതാണ്. കർഷകർ വന്ന് സമരം നടത്തിയിട്ട് എന്തുണ്ടായി? അവർക്ക് വേറെ സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സോഷ്യൽ മീഡിയയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. അങ്ങോടെയും ഇങ്ങോടെയും വരുന്ന കുറച്ച് ന്യൂസും കുറച്ച് പോസ്റ്റുകളും അല്ലാതെ ഇപ്പോൾ ഈ കിട്ടിയതുപോലെ ഒരു സോഷ്യൽ മീഡിയ അറ്റൻഷനും കർഷകർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും അറിഞ്ഞ കാര്യമാണ്, എല്ലാവരും ചർച്ച ചെയ്ത കാര്യവുമാണ്. പക്ഷേ ഇതുപോലെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ഈച്ച് ആൻഡ് എവരി കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇത്രയും ചർച്ചയായിട്ടില്ല. അതുകൊണ്ട് ഇവർക്ക് ആ ഒരു സമരം അടിച്ചമർത്താൻ എളുപ്പമായിരുന്നു. കർഷകർക്ക് വേണ്ടിയിട്ട് തല്ലുകൊള്ളാനും ജയ് വിളിക്കാനും അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ ആരും വന്നില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിന് അങ്ങനെയല്ല. ജനങ്ങൾ മൊത്തത്തിലിറങ്ങി, കുട്ടികളോടൊപ്പം ഇറങ്ങി. അന്ന് അത് കർഷകരുടെ മാത്രം ആവശ്യമായിരുന്നത് കൊണ്ട് സിമ്പിളായിട്ട് BJPക്ക് അവരെ അടിച്ചമർത്താൻ പറ്റി. പക്ഷേ ഇവിടെ അത് നടന്നില്ല. അടിച്ചമർത്താൻ നോക്കിയിട്ട് ഒന്ന് കുമ്പിടാൻ പോലുമുള്ള സമയം പിള്ളേർ കൊടുത്തില്ല എന്നതാണ് സത്യം. ഈ ഒരു സമരത്തിൻ്റെ വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ നിന്നും ഒരിക്കലും അവർ പിന്നോട്ട് പോയിട്ടില്ല. BJP ഒത്തുതീർപ്പിന് വിളിച്ച സമയത്ത് ആദ്യം വിദ്യാഭ്യാസ മന്ത്രിയെ എടുത്ത് വെളിയിൽ കള, എന്നിട്ട് മതി ബാക്കി കാര്യങ്ങൾ. ഇതായിരുന്നു അവരുടെ മറുപടി. നിലപാട്, നട്ടെല്ല് വളയാത്ത നിലപാട്. നമ്മുടെ നാട്ടിലെ സെലിബ്രിറ്റീസ് ഇതൊക്കെ കണ്ടു പഠിക്കണം. ഇതാണ് നിലപാട്. അവർ ആ നിലപാടിൽ ഉറച്ചു നിന്നു. അവസാനം ഗവൺമെൻറ്റിന് കുനിയേണ്ടി വന്നു. അപ്പോൾ സോഷ്യൽ മീഡിയ വിചാരിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ കാര്യങ്ങൾ നടക്കുമെന്ന് മോദിക്ക് കൃത്യമായി മനസ്സിലായി. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ മോദിജി എല്ലാ മന്ത്രിമാരോടും ഒരു കാര്യം പറഞ്ഞു. എല്ലാ മന്ത്രിമാർക്കും ഇൻസ്റ്റഗ്രാം വേണം, ഇല്ലെങ്കിൽ മന്ത്രിപ്പണി പോകും. കണ്ടോ, കാര്യം നിങ്ങൾക്ക് പിടികിട്ടിയോ? പിള്ളേരുടെ പവറാണത്. പിള്ളേരെ എല്ലാവരും കൂടി കയറി വന്നാൽ മോദിജിക്ക് നിലനിൽപ്പില്ല എന്ന് മനസ്സിലായി. കാരണം CJP പിള്ളേരെ എല്ലാവരും ഒത്തുകൂടിയത് ഇൻസ്റ്റഗ്രാം വഴിയാണല്ലോ. ഇനി എന്തായാലും പിള്ളേരുടെ വഴിയായിരിക്കും മോദിജിയും പിന്തുടരാൻ പോകുന്നത്. 1, 2, 10 തവണയല്ല ഈ ചോദ്യപേപ്പർ ചോർന്നിട്ടുള്ളത്. 80 തവണയിൽ കൂടുതൽ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട്. ഇത്രയും നാളില്ലാത്ത ബോധോദയമാണ് ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ഉണ്ടായിരിക്കുന്നത്. തോറ്റു കൊടുക്കാതെ ഒരു വഴിയുമില്ലെന്ന് മനസ്സിലായി അവർക്ക്. നമ്മുടെ പ്രതിപക്ഷത്തിന് പോലും സാധിക്കാത്തത് നമ്മുടെ പിള്ളേർക്ക് സാധിക്കുമെന്ന് അവർ തെളിയിച്ചു.
അവർ അവരുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നതിൻ്റെ ഫലമാണ് ഇപ്പോൾ കിട്ടിയ ഈ വിജയം. ഇതിനു മുമ്പ് ആരുടെയെങ്കിലും മുമ്പിൽ ഏതെങ്കിലും ഒരു സമരത്തിൻ്റെ മുമ്പിലെ BJP ഇത്തരത്തിൽ മുട്ടുകുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഈ സമരം അട്ടിമറിക്കാൻ വേണ്ടി എന്തോരം പണികളാണ് അവർ ചെയ്തത്, എന്തോരം ഉപദ്രവമാണ് കുട്ടികളോട് ചെയ്തത്. അവരുടെ അടി കൊണ്ട് ഒരു കുട്ടിയുടെ കണ്ണിൻ്റെ കാഴ്ച വരെ പോയി. ഇത്രയൊക്കെ ഈ കുട്ടികളെ ദ്രോഹിച്ചിട്ടും തീവ്രവാദികൾ എന്ന് മുദ്രകുത്താൻ ശ്രമിച്ചിട്ടും അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടും അവർ പിന്നോട്ട് പോയില്ല. അവർ അവരുടെ നിലപാടിൽ ഉറച്ചു നിന്നു. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന അവരുടെ വിജയം. ഇതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ വേണം. അപ്പോൾ മറ്റൊരു വിഷയവുമായി നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണാം.